ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗ്രേറ്ററിന്റെ ചെറിയ ഹോളിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത്രയും നന്നായിട്ട് പൊടിയായിരുന്നാലേ നല്ല ടേസ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവിൽ 1.25 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ചുള്ള കണക്കിലാണ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു അളവിലുള്ള ക്യാരറ്റിനാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത്. 1-2 മിനിറ്റ് നെയ്യിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റും നെയ്യുമായിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടറിൽ ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാനിവിടെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് വറുത്ത കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ നൈസായിട്ടൊന്നും പൊടിച്ചെടുക്കരുത്. നമുക്കിത് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടണം. ആ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി 3 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് പൊടിക്കുന്നത്. ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പരുവം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതൊന്ന് ഒരു സ്പൂണിൽ കോരി കാണിക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. കുറച്ച് നല്ല പോലെ തരിതരിപ്പോട് കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മിക്സിയിൽ പൊടിച്ചെടുത്ത കപ്പലണ്ടി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2.25 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി 1-2 സെക്കൻഡ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഈ ക്യാരറ്റിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ 1.25 കപ്പ് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ വറുത്ത റവയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒറ്റ പ്രാവശ്യമായിട്ട് എല്ലാം ഇട്ട് കൊടുക്കരുത്. ഞാൻ ചെയ്ത പോലെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് വേണം ചെയ്യാനായിട്ട്. എങ്കിലേ എല്ലാം കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. റവ വെന്ത് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് എനിക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നത്. അതല്ല ശർക്കര ഉരുക്കിയതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് അളവിൽ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ കറക്റ്റ് ആവും. വറുത്ത റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. 1 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് നല്ല കട്ടിയായിട്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒരുപാട് നന്നായിട്ട് ചൂടാറരുത്. നമുക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ ചെറിയൊരു ചൂട് വേണം. എങ്കിലേ അത് നന്നായിട്ട് കുഴഞ്ഞ് ഇതുപോലെ നമ്മൾ ഏത് ഷേപ്പിലാണോ ആക്കുന്നത് ആ ഷേപ്പിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഒരു ട്രേയിൽ നമുക്കിത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെച്ചിരുന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. ക്യാരറ്റും കപ്പലണ്ടിയും ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.